ഓഫ് സീസണും കൂടി ആയതുകൊണ്ട് സ്റ്റേ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തണുത്ത് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായ്ക വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വണ്ടി വലിയ എക്യുപ്ഡ് വണ്ടിയൊന്നുമല്ല, മാരുതി എയ്റ്ററാണ്. പിന്നെ ടെൻറ്റിനകത്ത് സ്റ്റേ ചെയ്യുന്നത് ആ പച്ച ഷീറ്റിട്ട ആ ഒരു ബാരക്സ്, അത് ബാരക്സാണ്, ഇന്ത്യൻ ആർമിയുടെ ഫെസിലിറ്റിയാണത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൽ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം അടഞ്ഞു തുടങ്ങി. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈല് വീടും ടെൻറ്റും അത് കണക്ക് തന്നെ മഞ്ഞ കളറുള്ള പാറ കണ്ടില്ലേ, ആ പാറയൊക്കെ മുകളിൽ നിന്ന് വന്ന് വീണതാണ്. അത് ഈ ഒരു ഏരിയ സ്റ്റോൺ ഫോൾ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഏരിയയാണ് മേളിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതും അങ്ങനെ വന്ന് വീണ് റോഡ് ഇടിഞ്ഞു പോയേക്കുന്നതാണ്. ആ സൈഡിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്നേ ഉള്ളൂ ഇടിഞ്ഞ സ്ഥലമൊക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു അപകടം പിടിച്ചൊരു 80% ഐസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരിതാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ആർമി ബാരക്സ് ആണ് കേട്ടോ. ഈ കാണുന്ന സൈഡിൽ കാണുന്ന ആർമി ബാരക്സ് ആണ്, ആർമിയുടെ ഫെസിലിറ്റിയാണത്. പിന്നെ ഇപ്പം ഈ കാണുന്നൊരു ഏരിയയൊക്കെ ആ രീതിയിൽ മണ്ണിടിച്ച് ചെറിയ രീതിയിൽ പാറകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ സൈഡിൽ നേരത്തെ പോലെ പാടെ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മേളിൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു, താഴെ മൊത്തം അല്ലാതെ ഒരു ഇത് സൈഡിൽ കൂടി ലേക്ക്, അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയൊരു ഇതാണ് ഉള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഈ മരങ്ങളാണ് നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, നല്ല അടിപൊളി ആ ഒരു അടിപൊളി വ്യൂ. കഴിഞ്ഞ പാടെ ഞാൻ പറഞ്ഞില്ല മണ്ണിടിച്ചിലുണ്ടായിടത്തൊക്കെ ഇത്തിരി പാടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഓഫ് റോഡാണ് പോകുന്നത്. ഈ ഒരു രീതിയിലുള്ള വ്യൂ ആണ്. തിരിച്ച് നോക്കുമ്പോഴുള്ള വ്യൂ നോക്ക്, എന്ത് രസമല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു ഗ്രാമവും കാണാം ഈ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന താഴെയായിട്ട്. ഇത് രണ്ടും വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല രസമുണ്ട് അത് രണ്ടും കാണാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ മലകളിപ്പം ഐസ് വീരുന്ന ലെവൽ കൂടിക്കൂടി വരിക. മുമ്പൊക്കെ ചെറിയ രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഐസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും മുന്നിലുള്ള മലകളിൽ ഏകദേശം ഒരു ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ എൻഡ് ചെയ്ത അതേ സ്ഥലത്തിനാണ്, അതായത് പുറകിൽ കാണുന്ന അടൽ ടണലാണ്, അടൽ ടണലിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ ലേ ലഡാക്ക് പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ലേ ലഡാക്കാണ്. ലേയിലേക്കാണ് പോകുന്ന ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ചിലപ്പം പോകാൻ പോലും പറ്റത്തില്ലെന്നൊക്കെല്ലാം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ പോകാനായിട്ട് ശ്രമിക്കാൻ പോവാം. അപ്പോൾ ഈ കാണുന്ന പുറകിലത്തെ ഏരിയ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. എന്ത് മനോഹരമായ ഏരിയ ആണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ അങ്ങോട്ടേക്ക് പോവാം, ലേയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഡാക്കിലേക്കുള്ള യാത്ര തുടങ്ങി അടൽ ടണലിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി നല്ല മനോഹരമായിട്ട് ഇപ്പോൾ കയറിയ പാടെ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മേളിൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു, താഴെ മൊത്തം അല്ലാതെ ഒരു ഇത് സൈഡിൽ കൂടി ലേക്ക്, അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയൊരു ഇതാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഏരിയ കാണിച്ചു, ഇങ്ങനെ തന്നെയാണ് കിലോമീറ്ററോളം, ഇങ്ങനെ ഈ ഒരു വ്യൂ തന്നെയാണ് കിലോമീറ്ററോളം ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വ്യൂ ആസ്വദിച്ച് പോവാം. അടുത്ത സ്പോട്ട് എത്തിയിട്ട് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ എത്തിയപ്പോൾ ഈ മരങ്ങളാണ് നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, നല്ല അടിപൊളി ഏരിയ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ പ്രശ്നമുണ്ട്, വേറെ ഏരിയ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അടിപൊളി വ്യൂ കഴിഞ്ഞ പാടെ ഞാൻ പറഞ്ഞില്ല മണ്ണിടിച്ചിലുണ്ടായിടത്തൊക്കെ ഇത്തിരി പാടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഓഫ് റോഡാണ് പോകുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മളിപ്പം ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിൽ കൂടിയാണ് പോകുന്നത്. ഇതിപ്പം ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര മോശം, അല്ലെങ്കിൽ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഈ ഒരു ഓഫ് റോഡ് ഇറങ്ങി വന്ന പാടെ നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണിത്. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. കാരണം ഇവിടെ സ്റ്റോൺസ്, അതായത് കല്ലുകൾ മേളിൽ നിന്ന് വീഴാൻ സാധ്യത. കാരണം എൻ്റെ ടോയിങ് സോണാണ്, വണ്ടി നിർത്തി കഴിഞ്ഞാൽ തൂക്കിയെടുത്തിട്ട് പോകും. അപ്പോൾ നമുക്ക് വീണ്ടും ആ പഴയ ആദ്യം കാണിച്ചൊരു വ്യൂ തന്നെ എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. ഫുഡ് കഴിക്കാൻ നിർത്തിയ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അങ്ങോട്ടേക്ക് ഈ ഒരു രീതിയിലുള്ള വ്യൂ ആണ്. തിരിച്ച് നോക്കുമ്പോഴുള്ള വ്യൂ നോക്ക്, എന്ത് രസമല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. ഫുൾ ഐസ് കവറായി വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഇപ്പോൾ ഐസ് കവറായി വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഞാൻ ഇന്നേരം ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ സമയം 4 മണി, ഏകദേശം 4 മണി ആവാറായി. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുക. നോക്കട്ടെ, അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ തണുപ്പിന് ഇത്തിരി ആശ്വാസമുണ്ട്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്. നമ്മളെന്തായാലും ഫുഡ് ഓർഡർ ചെയ്തു. റൊട്ടിയും ചിക്കൻ കറിയും ഓർഡർ ചെയ്തേ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. വെളിയിലത്തുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ഇതാണ് വെളിയിലത്തുള്ള കാഴ്ച. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് നീങ്ങാം. നല്ല ചൂട് ഫുഡാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എനിക്ക് റൂമിൻ്റെ ഈ ഒരു ഹീറ്റ് കിട്ടാൻ കാരണം ഇതൊരു ആക്ച്വലി അവിടെ ബേൺ ചെയ്യാണ്. ഇതൊരു റൂമിൽ ചൂട് സ്പ്രെഡാക്കാൻ ഉപയോഗിക്കുന്നൊരു മെഷീനാണ്. അപ്പോൾ ബയ്യെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ, നല്ല ചൂടടിക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതിനൊരു നല്ല കംഫർട്ട് സോണിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. തണുപ്പ് കാരണം ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുക, കാരണം ഇവിടെ പെട്ടെന്ന് തണുക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം. വെള്ളോട്ടിറങ്ങി. എന്തായാലും ഇനിയിപ്പം ഇവിടുന്ന് 350 കിലോമീറ്റർ ഉണ്ട് ലേ വരെ. അപ്പോൾ അവിടം വരെ പോകാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോകാൻ പോവാം. പിന്നെ ലേയിൽ റോഡ് ക്ലോസ് ആയെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സഞ്ചരിച്ചപ്പോൾ കണ്ടൊരു മനോഹരമായൊരു ദൃശ്യമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പുല്ലിനും ഒരു മഞ്ഞ കളറാണ്, മഞ്ഞ പച്ച പോലത്തെ ഒരു കളറാണ് ഉള്ളത്. അത് കണക്ക് തന്നെ മരങ്ങളെല്ലാം ഇവിടുത്തെ മരങ്ങളാണ്, അതൊരു മഞ്ഞ കളർ മരമാണ്. അതുകൊണ്ട് തന്നെ നല്ല കാണാൻ വളരെ ഭംഗിയുള്ളൊരിതാണ്. ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന ഐസ്, മേളിൽ ഐസും വീണൊരു മലകളാണ്. താഴോട്ട് ഐസ് വീണിട്ടില്ല, മേളിൽ ഐസ് വീണ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല രസമുള്ളൊരു ഏരിയയാണ്. ഈ കാണുന്ന മരങ്ങളും അതേ കണക്ക് തന്നെ ഇവിടുത്തെ മണാലി സ്റ്റൈൽ വീടുകളും പാറക്കല്ല് കൊണ്ട് പണിഞ്ഞ വീടുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഇറക്കമാണ് ഇറങ്ങുന്നത്. ഈ ഇറങ്ങി പോകുന്ന പാടെ നല്ലൊരു മലയാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഐസ് വീണിട്ടില്ല, എന്നാൽ പകുതി ഐസായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ആ പച്ച ഷീറ്റിട്ട ആ ഒരു ബാരക്സ്, അത് ബാരക്സ് ആണ്, ഇന്ത്യൻ ആർമിയുടെ ഫെസിലിറ്റിയാണത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൽ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം അടഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സപ്ലൈ, അതായത് കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം കടകളെല്ലാം അടച്ചു കിടക്കുകയാണ്. അതുമാത്രമല്ല, കുറേ ദൂരം കഴിയുമ്പോൾ, അതായത് ഏകദേശം പാങ് തൊട്ട് ലേ വരെയുള്ള റോഡ്, അതുപോലെ തന്നെ പാങ്ങിന് തൊട്ട് മുമ്പുള്ള റോഡ്, ഇത് രണ്ടും ഭയങ്കരമായ ഡെസേർട്ടഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കടകളൊന്നും കാണത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങി വണ്ടിയിൽ വെച്ചത്. പിന്നെ ഈ എന്താ പറയുക, റിസ്ക് എടുക്കാൻ കൂടെ, കാരണം എവിടെയെങ്കിലും മഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ടാണ് ഇത്രയും വെള്ളവും ആഹാരവും എല്ലാം വാങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പം കാണുന്നൊരു വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു സൈഡിൽ മഞ്ഞ ഇവിടുത്തേതായ രീതിയിലുള്ള മരങ്ങളും, ഒരു സൈഡിൽ മൊത്തം മലകളും, അങ്ങനെ നല്ല മൊത്തത്തിൽ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഏരിയയാണിത്. ഈ കാണാൻ ഭംഗിയുള്ള സ്ഥലം എന്നതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചു വേണം വാഹനം ഓടിക്കാൻ. കാരണം ഒരു സൈഡിൽ അഗാധമായ കൊക്കയാണ്. നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ല ഉണ്ടെങ്കിൽ ചിലപ്പം അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചില സൈഡുകളിൽ ഈ ബാരിയറുണ്ട്, ക്രാഷ് ബാരിയർ കുറേ സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിലൊന്നും ബാരിയേഴ്സ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലും അത് കണക്ക് തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ ഉരുണ്ടു വന്ന് അതൊക്കെ കാലക്രമേണ നശിച്ചു പോയതാണ്. മുമ്പ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു മുഴുവൻ, അതായത് ഇവിടെ നിന്നുള്ള മുഴുവൻ റോഡിലും ബാരിയേഴ്സ്, സൈഡിൽ ക്രാഷ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നെന്ന് നാം അറിഞ്ഞത്. പിന്നെ ഈ താഴെ വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല, താഴെ കാണുന്നത് ഒരു നദിയാണ്. നല്ല രസമുണ്ട് ആ നദിയും കാണാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സമയം ഏകദേശം വൈകുന്നേരമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഈ വണ്ടിക്ക് ഹീറ്ററോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൈ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അപ്പം തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ അധികം സ്നോ ജാക്കറ്റോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ സാധാ ഹുഡി മാത്രമാണ്, ഹുഡിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് തോന്നുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന വ്യൂ ഇപ്പം വീണ്ടും ഡ്രൈവിൻ്റെ ഡയറക്ഷൻ മാറിയപ്പം നല്ല അടിപൊളി ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ഇതിൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈല് വീടും ടെൻറ്റും അത് കണക്ക് തന്നെ മഞ്ഞ കളറുള്ള മരങ്ങളും ഒക്കെ ആയിട്ട് ആകെ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. നമ്മൾ മറ്റേതൊരു രാജ്യത്തെ പോലൊരു ഫീൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും.
അത്ര മനോഹരമാണ് ഈ ഒരു റൂട്ടും അതേപോലെ തന്നെ ഈ റൂട്ടിലെ കാഴ്ചകളും. പിന്നെ ഇവിടുത്തെ ആകെപ്പാടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ മണിക്കൂറുകൾ വണ്ടി ഓടിക്കുമ്പോഴും 1 2 വാഹനങ്ങൾ വന്നാലായി. അതും ഇവിടുത്തെ ആൾക്കാരുടെയാണ്, അല്ലാതെ ടൂറിസ്റ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്കാണ്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇപ്പം വെട്ടം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്, അതായത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും സ്റ്റേ അറേഞ്ച് ചെയ്യണം. ഞാൻ എന്തായാലും എത്രത്തോളം പോകാവോ അത്രയും മുന്നോട്ട് പോട്ടെ എന്ന് ഉള്ള മനസ്സിലാണ്. ഇപ്പോൾ ഈ കാണുന്നൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നേരിട്ട് കാണാൻ അതിമനോഹരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് ഒക്കെ വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അത്ര മനോഹരം. പിന്നെ ഈ മേളിലൊരു ഫോർട്ട് വാൾ കണക്കൊരു വാൾ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിലിറ്ററി ടോയിങ് വാഹനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ എന്തെങ്കിലും സംശയമായ രീതിയിൽ ഏതെങ്കിലും വണ്ടി നിർത്തിയിടുകയോ അല്ലെങ്കിൽ സഹായമായിട്ടും ഡാമേജ് ആകുന്ന വണ്ടിക്ക് സഹായവും, അതേപോലെ തന്നെ ഏതെങ്കിലും വണ്ടി സംശയമായിട്ടുള്ള രീതിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരത് ടോ ചെയ്തുകൊണ്ട് പോവും. പിന്നെ നോ പാർക്കിംഗ് സോണുകളുണ്ട് ഇവിടെ പലയിടത്തും. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അതും ടോ ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ആർമി ടോയിങ് വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ആക്ച്വലി നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം വളവുകളാണ് കേട്ടോ. ഓരോ വളവും കഴിയുമ്പോൾ അതിമനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഭയങ്കര സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. നമ്മൾ ഓരോ വളവും കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ പുതിയതായിട്ട്, അതായത് നമുക്ക് ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തോ നല്ലൊരു ഫീലാണ്, നല്ലൊരു പനോരമിക് വ്യൂ ആണ് കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ ആകെപ്പാടുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഓഫ് സീസണും കൂടി ആയതുകൊണ്ട് സ്റ്റേ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തണുത്ത് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായ്ക വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വണ്ടി വലിയ എക്യുപ്ഡ് വണ്ടിയൊന്നുമല്ല, മാരുതി ഈറ്ററാണ്. പിന്നെ ടെൻറ്റിനകത്ത് സ്റ്റേ ചെയ്യുന്നതും പോസിബിൾ അല്ല, കാരണം ഇവിടെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്താറുണ്ട് ഇപ്പം. സോ നമുക്ക് റൂം എടുത്തേ പറ്റൂ. എന്തായാലും നമ്മളിപ്പം ഈ മനോഹരമായ ദൃശ്യമൊക്കെ കണ്ട് മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഏരിയ എത്തിയപ്പോൾ കുറച്ച് വാഹനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചധികം വാഹനങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും നേരം വാഹനങ്ങളങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ആ പോയ വാഹനങ്ങളും ഇവിടുത്തെ വണ്ടികളാണ്. ലോക്കൽ രജിസ്ട്രേഷൻ വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം വീണ്ടും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ മനോഹരം എന്ന് പറഞ്ഞാൽ താഴെ വീണ്ടും ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ചെറിയൊരു ഇതാണ്. പിന്നെ അതിൻ്റെ പോലെ തന്നെ താഴെ ഒരു ഗ്രാമവും കാണാം, ഈ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന താഴെയായിട്ട്. ഇത് രണ്ടും വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല രസമുണ്ട് അത് രണ്ടും കാണാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ മലകളിപ്പം ഐസ് വീഴുന്ന ലെവൽ കൂടിക്കൂടി വരിക. മുമ്പൊക്കെ ചെറിയ രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഐസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും മുന്നിലുള്ള മലകളിൽ ഏകദേശം ഒരു 60% ഐസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരിതാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ആർമി ബാരക്സ് ആണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ആർമി ബാരക്സ് ആണ്, ആർമിയുടെ ഫെസിലിറ്റിയാണത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ, അതായത് ഏകദേശം ജിസ്പയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടുള്ളത് ആർമി ബാരക്സ് മാത്രമായിരിക്കും. 100 കിലോമീറ്റർക്കിടയ്ക്കൊക്കെ വേറെ ഒന്നും തന്നെ ആ ഒരു ഏരിയ കാണത്തില്ല. ഇനിയിപ്പോൾ ഉള്ള റോഡിൽ കുറച്ച് അപകടങ്ങളുള്ള ഇതാണ്. അപ്പോൾ ഈ വീണടക്കുന്ന പാറ കണ്ടില്ലേ, ആ പാറയൊക്കെ മുകളിൽ നിന്ന് വന്ന് വീണതാണ്. അത് ഈ ഒരു ഏരിയ സ്റ്റോൺ ഫോൾ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഏരിയയാണ് മേളിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതും അങ്ങനെ വന്ന് വീണ് റോഡ് ഇടിഞ്ഞു പോയേക്കുന്നതാണ്. ആ സൈഡിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്നേ ഉള്ളൂ ഇടിഞ്ഞ സ്ഥലമൊക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു അപകടം പിടിച്ചൊരു ഏരിയയാണ്. നമ്മളൊരു കുറച്ച് മുമ്പ് വണ്ടി ഒന്ന് നിർത്തിയത്, അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. നിർത്തിയത് പോലീസുകാരുടെ മുന്നിലാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും വണ്ടി നിർത്തരുത്. മറ്റൊന്നുമല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ വന്ന് വീഴും. അത് കണക്ക് തന്നെ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയയൊക്കെ എനിക്ക് അത് കണക്കാണ് തോന്നുന്നത് കേട്ടോ. പുള്ളി പറഞ്ഞ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത്. അപ്പം ഈ മണ്ണിടിച്ചിലുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിർത്തരുതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഈ കാണുന്നൊരു ഏരിയയൊക്കെ ആ രീതിയിൽ മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിൽ പാറകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ സൈഡിൽ നേരത്തെ പോലെ തന്നെ കുഞ്ഞൊരു പുഴയുണ്ട് കേട്ടോ, ഒരു നദിയുണ്ട്. അത് ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട്. അപ്പോൾ അതും നല്ല രസമാണ്. പക്ഷേ ഇവിടെ ഇപ്പം മഞ്ഞോ കാര്യങ്ങളൊന്നും വീണിട്ടില്ല കേട്ടോ. ഇതിപ്പം തികച്ചും വേറൊരു റോഡിൽ വേറൊരു സ്ഥലത്തെത്തി പോലുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്.
മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഉണങ്ങിപ്പോയ കണക്കാണ്. സോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വാഹനങ്ങളൊന്നും അധികമായിട്ടില്ല. 1 2 വാഹനങ്ങൾ ഇവിടെ പോകുന്നെങ്കിൽ മാത്രം, അതും ഇവിടുത്തെ ടാക്സി വണ്ടികളും ഇവിടുത്തെ ലോക്കൽ വണ്ടികളും ഒക്കെയാണ്. അല്ലാതെ ടൂറിസ്റ്റ് വണ്ടികളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ആ നദി, ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിലുള്ള നദി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ എനിക്കറിയില്ല, നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്ര മനോഹരമായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്കിനി ഒരു ഹോട്ടൽ കണ്ടെത്തണം ഉടനെ. കാരണം ഇവിടെ ചെറുതായിട്ട് വെട്ടം പോയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല തണുപ്പും ആവുന്നുണ്ട്. എൻ്റെ കൈ നല്ല രീതിയിൽ തണുത്ത് വരുന്നുണ്ട്. ശരീരമൊക്കെ നല്ല തണുപ്പുണ്ട്. സഹിക്കാൻ പറ്റാത്ത തണുപ്പാവുന്നുണ്ട്. ഒരു ചായക്കട നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഇപ്പം ഈ വരുന്നൊരു പാലം കാണാൻ, ഇവിടെ ഒരുപാട് പേരുടെ റീലിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു പാലമാണിത്. ഇത് ഫുൾ ടൈം ഈ ഒരു ടിബറ്റൻ ഫ്ലാഗിൻ്റെ ഡിസൈൻ ഇവിടെ കാണും. പലരും ഇവിടെ വെച്ചാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും മേളിൽ ഐസ് വീണ മലയുള്ള ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റോഡ് പണിയോ കാര്യങ്ങളോ എന്തോ നടക്കുകയാണ്. ഇത് ബ്രോയുടെ സെറ്റപ്പാണ്. ബ്രോയെന്ന് വെച്ചാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ബ്രോ. ബ്രോ ഇവിടുത്തെ റോഡെല്ലാം കിടിലമാക്കി വെച്ചേക്കുക കേട്ടോ. ഞാനിപ്പോൾ റോഹ്താങ് പോയപ്പോഴും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ല അടിപൊളി റോഡാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇടയ്ക്ക് ഒഴുകുന്ന, ഞാൻ നദിയുടെ കാര്യം പറഞ്ഞില്ല, അതെല്ലാം നല്ല നീല കളറാണ് കേട്ടോ. നല്ല നീല കളറാണ്. ഒരു ലൈറ്റ് നീല കളറാണ്. ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞു പോയൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ പണി നടക്കുന്നേ ഉള്ളൂ ആ നേരത്തെ ആ സ്ഥലം. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് നല്ല അടിപൊളി ഒരു ആംബിയൻസാണ്. ഇവിടെ സൈഡിലെല്ലാം പാറയും കാര്യങ്ങളും ഒക്കെയാണ്. പാറ വെച്ചുള്ള മലകളാണ്. പാറ വെട്ടിയാണ് ഈ റോഡ് എടുത്തേക്കുന്നത്. പിന്നെ മുമ്പിലത്തെ വ്യൂ ഭയങ്കര റിവാർഡിങ് ആയിട്ടുള്ളൊരു പനോരമിക് വ്യൂ ആണ് ഫ്രണ്ടിലുള്ളത്. ഈ പാറയൊക്കെ വീണ്, നിങ്ങളത് കണ്ടോന്നറിയില്ല, സൈഡിൽ ആ പാറ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലുള്ള റിസ്ക് എലമെൻസും ഉണ്ട്, എന്നാൽ നല്ല റിവാർഡിങ് ആയിട്ടുള്ള പനോരമിക് വ്യൂ ആണ്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഒരു വ്യൂ കണ്ടാൽ പോണേ. ഇപ്പോൾ എൻ്റെ അതൊന്നുമല്ല, ഞാൻ ഉടനെ ക്യാമറ ഓഫ് ചെയ്യും. കാരണം എൻ്റെ കൈയും കാലും എല്ലാം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ഈ ഈ ഒരു ഏരിയ ഇപ്പം ഇരുട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 6:15 സമയമായിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ, നല്ല തണുപ്പായി തുടങ്ങി. എന്നോട് പറഞ്ഞത് ഇവിടെ ഇപ്പം രാത്രി സമയങ്ങളിൽ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റില്ല. പിന്നെ ഈ രാത്രി ഇത്രയും തണുപ്പുള്ളപ്പോൾ നമുക്ക് റൂം എടുത്തേ പറ്റൂ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതിപ്പോൾ കാറായതുകൊണ്ട് കാറിനകത്ത് ഹീറ്റർ ഉണ്ടാവില്ല എന്നായിരിക്കും. പക്ഷേ ഇത് 2004 മോഡൽ മാരുതി 800 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്ററോ കാര്യങ്ങളോ ഹീറ്റിംഗ് ഫങ്ഷനൊന്നുമില്ല. പിന്നെ AC പോലും ഒരൊറ്റ ടെമ്പറേച്ചർ മാത്രമേ ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെപ്പാടുള്ളൊരു ഓപ്ഷൻ റൂം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തണുപ്പ് സഹിച്ചിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആദ്യം കാണുന്ന റൂം തന്നെ എടുക്കും. അവിടെ തന്നെ ഞാൻ കിടന്നിട്ടേ നാളെ പോകത്തുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 6:45 കഴിഞ്ഞ് 7 മണി ആവാറായി. പക്ഷേ ഇവിടെ ഇപ്പോഴും വെളിച്ചം നിൽക്കുന്നുണ്ട്. ഇരുട്ടത്ര ആയിട്ടില്ല. ക്യാമറയിൽ വെളിച്ചം ഉണ്ടെങ്കിലും ചെറിയൊരു ഇരുട്ടുണ്ട് നേരിട്ട്, പക്ഷേ അത്ര ഇരുട്ടായില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം കാണുന്ന ആ ഒരു സ്റ്റോപ്പിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തി ഹോട്ടലിൽ തന്നെ വണ്ടി നിർത്തി റൂം എടുത്ത് അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ രാവിലെ മാത്രമേ നമ്മൾ യാത്ര തുടങ്ങത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇനിയുള്ള യാത്ര ചിലപ്പം ഓഫ് റോഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുകളിൽ കുറച്ച് ദിവസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടാവുകയും അതിനുശേഷം ശക്തമായ മഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നേരത്തെ നമ്മൾ കണ്ട ആ സാറ് പറഞ്ഞത്. സോ, അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസം ഇച്ചിരി കൂടി അഡ്വഞ്ചറസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. നമ്മൾ ദൈവം സഹായിച്ചാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളങ്ങ് ലേ വരെ എത്തി കർദുങ്ങിലെ ടോപ്പ് വരെ പോവും. അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗ് ഉടനെ എൻഡ് ചെയ്യും. അടൽ ടണലിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം ജൻസി എന്ന് പറയുന്ന സ്ഥലത്ത് റൂമിൽ കയറി റെസ്റ്റ് എടുക്കാൻ കയറി. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ ഈ വരുന്ന വഴിക്ക് ഗ്ലാസ് ഫുൾ ഇട്ടിരുന്നേ. നമ്മുടെ വണ്ടി പഴയ മാരുതിയാണ്, അതിനകത്ത് ഹീറ്റൊന്നും ഓണാക്കാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ കൈ ഫുള്ള് തണുത്ത് ഐസായി തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കുമ്പം പിടിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ ഉടനെ വണ്ടി നിർത്തി കുറച്ച് മുന്നോട്ട് നടന്നു. അതായത് എനിക്ക് മീൻസ് അപകടമല്ലേ ആ സൈഡിൽ ഒക്കെ. അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്ന പാടെ ഒരു ചായക്കട ഉണ്ട്. അവിടെയൊക്കെ ഒരു ചായ കുടിച്ചു.
കുറേ നേരം ഇരുന്നു. എന്നിട്ട് തിരിച്ച് നടന്ന് പോയി വണ്ടിയിൽ കയറി വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ഹോട്ടൽ, ആ ഹോട്ടലിൽ തന്നെ കയറി റൂം എടുത്തു. കാരണം ഈ റൂമാണ് കേട്ടോ, അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ്. ഇവിടെ വെളിയിലൊരു 2 ഡോറല്ലേ, അതിൽ ഒരു ഡോർ ബാത്റൂമും ഒരു ഡോർ ബാൽക്കണിയാണ്. ബാൽക്കണി നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അത് ഞാൻ രാവിലെ നാളെ പോകുന്നതിന് മുമ്പ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ലേ പോകുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അതായത് ലേയിലേക്കുള്ള ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും